നമ്മൾ കാണിക്കാൻ പോകുന്നത് കസ്റ്റാർഡ് ആപ്പിൾ അഥവാ സീതപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. നമ്മൾ എല്ലാ ഫ്രൂട്ട്സ് ഉപയോഗിച്ചും ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ സീതപ്പഴം വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം അതിൻ്റെ സീഡ് തന്നെയാണ്. അതിൻ്റെ സീഡ് നീക്കം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സീഡ് പെട്ടെന്ന് മാറ്റാൻ കഴിയുക, നമുക്ക് എങ്ങനെ ജ്യൂസ് അടിക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കസ്റ്റാർഡ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൾപ്പൊക്കെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇടാം. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ തവണ മാത്രം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ കുരു മാത്രം ഇതേപോലെ നീക്കം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം ഈ പൾപ്പ് വീണ്ടും നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് പാലൊഴിക്കുക. അതിന് ശേഷം ഇതിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പഴമോ ആപ്പിളോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനൊന്നും ചേർത്തിട്ടില്ല. തനിയെ കസ്റ്റാർഡ് ആപ്പിൾ മാത്രമാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കരിക്ക് ഷേക്കും ജ്യൂസൊക്കെ കുടിക്കില്ല, അതിൻ്റെയൊക്കെ ഒരു വകഭേദം എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും